പറയാൻ പോകുന്നത് ബി പിയെ പറ്റിയാണ്. ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്ത് 5 ആളിൽ ഒരാൾക്ക് ഹൈ ബി പി ഉണ്ട്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നില്ല. എന്തെങ്കിലും ഒരു പ്രോബ്ലമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ആണ് ബി പി ഉണ്ട് ഇല്ല എന്നറിയുന്നത്. ബി പി ശരിക്കും പറഞ്ഞാൽ ഒരു സൈലൻറ്റ് കില്ലറാണ്, ഒരു നിശബ്ദ കൊലയാളിയാണ്. ഈ ഗറില്ല പോരാളികളൊക്കെ ഉള്ള പോലെ ഒളിഞ്ഞിരുന്ന് ആക്രമണം നടത്തുന്ന നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു കൊലയാളിയാണ് ഹൈ ബി പി. അതുകൊണ്ട് തന്നെ ഈ ഹൈ ബി പിയെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം, വേറെ കുറേ പ്രോബ്ലംസ് വരാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഹൈ ബി പി, എന്താണ് ഹൈ ബി പി, എത്രയൊക്കെയാണ് ഇതിൻ്റെ എമൗണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. സാധാരണയായിട്ട് പ്രഷർ 120/80 എന്ന് പറഞ്ഞാൽ 120/80 എന്ന് പറഞ്ഞാൽ കൂടിയ പ്രഷർ 120ഉം കുറഞ്ഞ പ്രഷർ 80ഉം, അതാണ് നോർമൽ. ഇതിൻ്റെ അടുത്ത എവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ഇത് എക്സാക്ട്ലി ഈ വാല്യൂ അല്ല വേണ്ടത്, ഈ സംഖ്യ അല്ല വേണ്ടത്. ഇതിൻ്റെ അടുത്തടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ഈ ബി പി ഉണ്ടാവുക. അതൊക്കെ നോർമലാണ്. പക്ഷേ കൂടിയ ബി പി 140ൻ്റെ മുകളിൽ, 140 മുതൽ 160 വരെയാണെങ്കിൽ സ്റ്റേജ് 1 ആണ്. കൂടിയ ബി പി 160 മുതൽ 180 വരെയാണെങ്കിൽ സ്റ്റേജ് 2 ആണ്. മോർ ദാൻ കൂടുതൽ 180നേക്കാൾ കൂടുതലായാൽ സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 1 എങ്ങനെയാണ് 140 മുതൽ 160 വരെ. സ്റ്റേജ് 2 160 മുതൽ 180 വരെ. സ്റ്റേജ് 3 150ൻ്റെ മുകളിൽ. അപ്പോൾ ഏതായിരിക്കും ഭയങ്കരമായിട്ടുള്ളത്? സ്റ്റേജ് 3 ആയിരിക്കും അല്ലേ, 150ൻ്റെ മുകളിൽ. ഇതാണ് കൂടിയ ബി പിനെ കുറിച്ച് പറയാനുള്ളത്. കുറഞ്ഞ ബി പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 80 ആണല്ലോ കുറഞ്ഞ ബി പി നോർമൽ. സാധാരണ ബി പിനേക്കാളും 90ൽ കൂടിയാൽ അത് ബി പി ആയി, ഹൈ ബി പി ആയി. 120ൻ്റെ മേലെയായാൽ, കുറഞ്ഞ ബി പി 80 അല്ലാതെ 120ൻ്റെ മേലെയായാൽ അതെന്താണെന്നറിയോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 150ൻ്റെ മേലിൽ കൂടിയ ബി പി, അതുപോലെ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഡേഞ്ചറസ്, ഒരു എന്താ പറയുക, അപകട സാധ്യതയുള്ള കണ്ടീഷനാണ്. അങ്ങനെ ബി പി കൂടിയാൽ നിങ്ങൾ വീട്ടിൽ വെച്ചിരിക്കരുത്, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. കുറേ ആൾക്കാർ ബി പി ഉള്ളത് കണ്ടെത്തിയാൽ തന്നെ ആൾറെഡി ഉള്ള ഒരു മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് അവിടെ ഇരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മരുന്ന് ചിലപ്പോൾ ഡോസ് മരുന്ന് മാറ്റിയൊക്കെ വേണ്ടി വരും, ബി പിയുടെ വേരിയേഷൻ അനുസരിച്ച്, ബി പിയുടെ മാറ്റത്തിനനുസരിച്ച്. അപ്പോൾ ശരിക്കും വളരെയധികം കൃത്യമായി ബി പി ഡിജിറ്റൽ ബി പി മെഷീൻ വെച്ചിട്ടോ അതോ സാധാരണ ബി പി മെഷീൻ വെച്ചിട്ടോ കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എപ്പോഴാണ് കൂടുക ബി പി? 140ന് മുകളിലായാൽ നമുക്ക് ബി പി എന്ന് പറയാം. ചിലപ്പോൾ അമേരിക്കൻ ഫെഡറേഷനോ അതേപോലെയുള്ള പല രാജ്യങ്ങളുടെ പല കണക്കുകളോ ഇതിൽ നിന്ന് നല്ല മാറ്റം ഉണ്ടാവും. പക്ഷേ ഒരു സാധാരണയായിട്ട് 140ന് മുകളിൽ കൂടിയ ബി പി വന്നാൽ അത് പ്രഷറാവും. 150ൻ്റെ മേലാണെങ്കിൽ വെരി ഡേഞ്ചറസ് കണ്ടീഷനാണ്. അതുപോലെ എന്നാൽ നിങ്ങൾക്ക് പറയാനുള്ളത്, ഈ കണ്ടീഷനിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും. അത് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് വളരെയധികം പ്രാധാന്യം. പിന്നെ നമ്മൾ പറഞ്ഞ 80 ചെറിയ ബി പി, അത് 120ൽ കൂടിയാൽ ഭയങ്കര ഡേഞ്ചറാണ്. 90ൽ തന്നെ 90ന് മുകളിലായാൽ ഹൈ ബി പി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 120 ആകാതെ നോക്കണം. 120 ആയാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഏത്? കുറഞ്ഞ ബി പി. കൂടിയ ബി പിയോ 150ൽ കൂടുതലാവരുത്. സാധാരണ ബി പി എന്ന് പറഞ്ഞാൽ 90ൽ കൂടുതൽ കുറഞ്ഞ പ്രഷറും, അതുപോലെ 150 പോയിട്ട് 140ൻ്റെ കുറച്ച് മുകളിലായിട്ട് കൂടിയ പ്രഷറും ഉണ്ടാവും. അതുകൊണ്ട് അത് പ്രശ്നമല്ല. ശരിക്കും മനസ്സിലായല്ലോ? 120/80 നോർമൽ, 140/90ന് മുകളിലാണെങ്കിൽ അത് എന്താണ്? അത് ഹൈ ബി പി ആണ്. ഇനിയിപ്പോൾ ഈ കൂടിയ ബി പി കുറഞ്ഞ ബി പി എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കൂടിയ ബി പിക്ക് മെഡിക്കലി പറയുന്നത് സിസ്റ്റോളിക് ബി പി എന്നാണ്, കുറഞ്ഞ ബി പിക്ക് ഡയസ്റ്റോളിക് ബി പി എന്നാണ്. എന്നിരുന്നാലും കൂടിയ ബി പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഇങ്ങനെ ചുങ്ങി രക്തക്കുഴലിലൂടെ രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലിലുള്ള വലിയ പ്രഷറിനെയാണ് സിസ്റ്റോളിക് ബി പി, കൂടിയ പ്രഷർ എന്ന് പറയുന്നത്. ഹാർട്ട് ഇങ്ങനെ റിലാക്സ് ആയി വീർത്ത് വരുമ്പോൾ രക്തക്കുഴലിലെ പ്രഷർ കുറയും. അതിനെയാണ് കുറഞ്ഞ പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ബി പി ഇല്ലാത്ത ആൾക്കാർക്ക് ബി പി ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞുതരാം. ഈ ലക്ഷണങ്ങൾ വന്നാൽ ബി പി കൂടിയതായേക്കാം എന്നാണ് ഞാൻ പറയുന്നുള്ളൂ, വേറെ കാരണങ്ങൾ കൊണ്ടും ആവാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രോബ്ലംസ് വരാം, അതായത് ചെസ്റ്റ് പെയിന്, അതുപോലെ ഹൃദയം മിടിപ്പ് കൂടുതൽ, അങ്ങനെയൊക്കെ വരാം. അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ പ്രോബ്ലംസ് വരാം. ഇതൊക്കെ അങ്ങേ അറ്റാവുമ്പോഴാണ്, അതായത് ഒരു ഭാഗം തളരുക, അല്ലെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ തരിപ്പ് അനുഭവപ്പെടുക. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോകേണ്ടത്. അല്ലാതെ ഇപ്പോൾ ബി പി കൂടിയാൽ ചിലപ്പോൾ ചിലർക്ക് തലവേദനയായിട്ട് അനുഭവപ്പെടും, ചിലർക്ക് ഡിസിനസ് എന്ന് പറയുന്ന എന്താ പറയുക, ഇങ്ങനെ തല ചുറ്റലായിട്ട് അനുഭവപ്പെടും. തല ഇങ്ങനെ ചുറ്റലല്ല, തല ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണിന് എന്ത് ചെയ്യും, കാഴ്ച മങ്ങുന്നത് പോലെ തോന്നുക. ഇതൊക്കെയാണ് ബി പി. അല്ലെങ്കിൽ കിഡ്നിയെ ബാധിക്കുക. ഹൈ ബി പി, ഉയർന്ന രക്തസമ്മർദ്ദം കിഡ്നിയെ, വൃക്കകളെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിക്കാരം, അല്ലെങ്കിൽ ചിലപ്പോൾ മറവി ആയിക്കാരം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക,
ചിലപ്പോൾ ബാലൻസ് പോവുക, തളർച്ച, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാവുന്നത് മൂക്കിലൂടെ രക്തമൊലിക്കും. ഒരു കാരണമില്ലാതെ മൂക്കിലൂടെ രക്തമൊലിക്കും. അതൊക്കെ BP കൂടിയ ലക്ഷണമാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ തന്നെ മൂക്കിലൂടെ വെറുതെ അനാവശ്യമായിട്ട് രക്തം വരികയാണെങ്കിൽ ഒരു കാരണം BP കൂടിയതാണ്. ഉടനെ BPയുടെ ടാബ്ലറ്റ് കഴിച്ചാൽ മാറും, ബൈ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ ഡോക്ടർ. അല്ലാതെ വെറുതെ കഴിക്കരുത്. ഡോസും മെഡിസിനും ഒക്കെ ഡോക്ടർക്കേ അറിയുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾ BPയുടെ ടാബ്ലറ്റ് കഴിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ BP വരുന്നത്? അത് ഇതിന് കൃത്യമായിട്ടൊരു ആൻസർ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉപ്പ് കൂടുന്നത്, നമ്മുടെ വ്യായാമം കുറയുന്നത്, അതൊക്കെ നമ്മുടെ സ്ട്രെസ്സ് വരുന്നത്, അതൊക്കെ ഒരു കാരണമാണ്. പക്ഷേ എങ്ങനെയൊക്കെയാണ് BP വന്നാൽ ഇതിനെ ബാധിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവും, നമ്മൾ മുമ്പൊരു വീഡിയോയിൽ അത് പഠിച്ചു. രണ്ടാമത് നമ്മുടെ സ്ട്രോക്ക് ഉണ്ടാവാം. സ്ട്രോക്ക് ചിലപ്പോൾ രക്തക്കൊയിൽ പൊട്ടിയിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ട്രോക്ക് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും BP കൂടിയിട്ട് സ്ട്രോക്കിൻ്റെ ബിഗിനിങ് ആവാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ മൂന്നാമത് കിഡ്നി പ്രോബ്ലം ആവാം. കിഡ്നി പ്രോബ്ലത്തിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൂത്രം വളരെ കുറയും. പിന്നെ അതുപോലെ കാലിലും കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ഫുള്ള് നീരുകളുണ്ടാവും, ഛർദി ഓക്കാനവും ഛർദിയൊക്കെ ഉണ്ടാവും. അതുപോലെ കണ്ണിൻ്റെ കാഴ്ച ബ്ലേഡ് വിഷൻ എന്നാണ് പറയുന്നവർ, അതായത് കാഴ്ച മങ്ങിയ അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ കിഡ്നി പോകുമ്പോൾ. അപ്പോൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി പ്രോബ്ലം. പിന്നെ വേറെ എന്ത് പറയുന്നത്, ഈ BP കൂടിയാൽ ചിലപ്പോൾ അത് ഷുഗർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. BP കൂടിയാൽ ഷുഗർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അന്യൂറിസം എന്ന് പറയുന്ന വളരെയധികം അപൂർവമായിട്ടുള്ളൊരു അസുഖം. അതായത് നമ്മുടെ രക്തക്കൊയിലുകൾ ഒരു ബലൂൺ പോലെ വീർത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ വേദന അന്യൂറിസമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ BP വളരെയധികം കൺട്രോൾ ചെയ്യണം. അതെങ്ങനെയെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പലരും പറയും നിങ്ങളോട് ഡയറ്റ് വളരെ കൃത്യമാവണം, അതായത് ഭക്ഷണം വളരെ കൃത്യമാവണം, അതേപോലെ അതിൽ സാൾട്ട് കുറക്കണം, ഉപ്പ് കുറക്കണം എന്നൊക്കെ. അതൊന്നും അല്ല ശരിക്കും വേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രെസ്സ് കുറക്കുക എന്നുള്ളതാണ്. സ്ട്രെസ്സ് കുറക്കാൻ നിങ്ങൾക്ക് സോഷ്യലൈസ് ചെയ്യാം. പറ്റിയില്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ചുറ്റും ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് സ്ട്രെസ്സ് കുറഞ്ഞ് ഉഷാറാക്കാം. രണ്ടാമത് പറയുന്നത് ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതായത് ചടഞ്ഞു കൂടിയിരിക്കുന്ന പരിപാടി നിർത്തണം. ഫോൺ വന്നാൽ നമുക്ക് നടന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും മോർണിംഗ് വാക്ക് നടത്തണം. അപ്പം നമുക്ക് നമ്മുടെ എല്ലാ സ്ട്രെസ്സും അതുപോലെ നമുക്ക് എന്താ പറയുക, ഒരു മനസ്സിനൊരു ആശ്വാസം കിട്ടും. അപ്പം നല്ല മനസ്സിൽ നല്ല ചിന്തകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. പിന്നെ ഫുഡിൽ സോഡിയം കുറക്കണം എന്ന് പറഞ്ഞു അല്ലേ. സോഡിയം എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്, ഉപ്പ് കുറഞ്ഞ ഫുഡാവണം എന്ന് മാത്രമല്ല പൊട്ടാസ്യം കൂടിയ ഫുഡ് നല്ലതാണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ ഡേറ്റ്, അതിലൊക്കെ എന്തുണ്ട്, പൊട്ടാസ്യം ഉണ്ട്. മഞ്ഞൾ, അതുപോലെ വെളുത്തുള്ളി, പിന്നെ നട്ട്സിലുള്ള വാൽനട്ട്സ്, ഇതൊക്കെ കഴിച്ചാൽ നല്ല പൊട്ടാസ്യം കിട്ടും. അങ്ങനെ പൊട്ടാസ്യം കിട്ടിയാൽ കിഡ്നിയിൽ നിന്ന് സോഡിയം എല്ലാം പോവും. കിഡ്നിയിൽ നിന്ന് മൂത്രത്തിലൂടെ സോഡിയം പോകണമെങ്കിൽ പൊട്ടാസ്യം അടങ്ങിയ ഫുഡ് നമ്മൾ കഴിച്ചാൽ മതി. ഓക്കെ. പിന്നെ നമുക്ക് ഫുഡിനെ കുറിച്ച് പറയാം. അരി ഭക്ഷണം ഒഴിവാക്കുക, ഗോതമ്പ് ഭക്ഷണം കൂട്ടുക, പക്ഷേ മൈദയുള്ള പൊറാട്ടയൊക്കെ കുറക്കുക, ഷുഗർ കുറക്കുക, സാൾട്ട് കുറക്കുക, പൊട്ടാസ്യം കൂട്ടുക. പിന്നെന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ സ്കിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂന്തൾ, അതുപോലെ പ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ, അതൊക്കെ കുറക്കുക. കൂന്തളും ചെമ്മീനും ഒക്കെ കുറക്കുക. പിന്നെ നമുക്ക് ബീഫ്, പോർക്ക് പോലുള്ള സാധനങ്ങളും കുറക്കുക. ഓക്കെ. പിന്നെ ഫുഡിൽ എന്താ കൂട്ടുക, നല്ല ഓയിൽ, ഒലീവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആട്ടിയതോ അതൊക്കെ ഉപയോഗിക്കുക. അതുപോലെ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കുക. അതേപോലെ വീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗോതമ്പ് കഴിക്കുക, ഓട്സ് ഒക്കെ കഴിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. ഈ പൊട്ടാസ്യം കണ്ടെയ്നിങ് ഫുഡ്, പൊട്ടാസ്യം ഉള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഇളനീർ വെള്ളത്തിൽ കുറേ പൊട്ടാസ്യം ഉണ്ട്, അല്ലെങ്കിൽ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ കുറേ പൊട്ടാസ്യം ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് കാര്യമായിട്ട് സ്ലീപ്പ് വളരെ പ്രോപ്പർ ആവണം, അതായത് ഉറക്കം വളരെയധികം കൃത്യമായിരിക്കണം. അതിന് പുറമെ വെള്ളം നന്നായി കുടിക്കണം. പിന്നെ ആൽക്കഹോളും സ്മോക്കിങ്ങും ഒഴിവാക്കണം. ഒഴിവാക്കുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. എനിത്തിങ് as per your principles. Thank you for watching. Subscribe me, like me, support me. Then I will come with another video. Thank you. ഒരു കാര്യം പറയാൻ മറന്നു, പപ്പടം, അച്ചാറ്, ഉപ്പിലിട്ടത് അവ കഴിക്കരുത് എന്ന് മാത്രമല്ല, നല്ല മിൽക്ക് ഫുഡ്സ് കഴിച്ചാൽ നമുക്ക് ഈ BP ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. താങ്ക് യു.